റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തലസ്ഥാനത്തെ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരം ലഭിക്കാത്തതോടെ കർഷകർ ദുരിതത്തിൽ. വേണ്ട രേഖകളില്ലെന്ന് കാണിച്ച് വനംവകുപ്പ് പലരെയും നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒഴിവാക്കി. നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ പലരും അപേക്ഷിക്കാനും മടിക്കുന്നു. ഇങ്ങനെയുള്ള നഷ്ടപരിഹാരം ഉണ്ടാകുന്ന സമയത്ത് കർഷകർ ആദ്യം പോകുന്ന കൃഷിഭവനിലെ പഞ്ചായത്തിനാണ് സമീപിക്കുന്നത്. ഇതിന്റെ പേപ്പർ വർക്കുകൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തെന്ന് പോലും ചോദിക്കാനായിട്ട് ആരും വരാറില്ല. അവർ പറയുന്നത് വെറുതെ കംപ്ലൈന്റ് കൊടുക്കുന്ന പൈസ കൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതേ ഉള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്യുന്നില്ല. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കുരങ്ങ് ശല്യം കാരണം ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് നമ്മുടെ പഞ്ചായത്തിലാണ്. അവർക്ക് തന്നെ സർക്കാരിൽ നിന്ന് ഏതൊരു സഹായവും സാമ്പത്തിക സഹായമോ മറ്റ് സഹായങ്ങളോ ഏതൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പന്നികളുടെ ആക്രമണങ്ങളിൽ ഈ മറ്റ് ജന്തുക്കൾ നഷ്ടപ്പെടുന്നുണ്ട്. പല വീട്ടുകാർക്കും മറ്റ് ജന്തുക്കളുടെ നഷ്ടപ്പെടുന്നുണ്ട്. അതിലും കൃഷി ഓഫീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു നഷ്ടപരിഹാര ഇതും ഉണ്ടാകുന്നില്ല. ഒരു കൃഷിയും ചെയ്യാൻ ഇവിടെ താമസിക്കില്ല. കുരങ്ങും പന്നിയല്ല, വാഴയായാലും മരിച്ചിനിയായാലും തെങ്ങായാലും ഒന്നും കിട്ടില്ല. ഈ തമിഴ്നാടിൻ്റെ കുറേ ഭാഗം വന്ന് ഇവർ വനമേഖലയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് തമിഴ്നാടുകാർ. അപ്പോൾ ഈ വനത്തിൽ അവിടെ പിടിക്കുന്ന പാമ്പിനെ ആയാലും കുരങ്ങനെ ആയാലും പൂച്ചയെ പട്ടി എന്തായാലും ഇവിടെ കൊണ്ടുവന്നാണ് അവർ വിടുന്നത്. അത് പിന്നെ കേരളത്തിലേക്ക് കയറി ഇവിടെ എല്ലാം ഭയങ്കരമായ നാശനഷ്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാന്തന സാജുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാന്തന, നമുക്കറിയാം ഈ വന്യജീവികളുടെ എത്രത്തോളം രൂക്ഷമാണ് വന്യജീവികൾ സംസ്ഥാനത്ത് എന്നുള്ളത്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്നുള്ളത്. ഇപ്പോൾ വന്യജീവികളുടെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികൾ കാരണം ജീവൻ നഷ്ടമാകുന്ന വരെ സാഹചര്യങ്ങളുണ്ട്. ഇതിപ്പോൾ കർഷകരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈ നഷ്ടപരിഹാരം കൊടുത്തുണ്ടാകുന്ന നഷ്ടം കൊണ്ട് ഇനി അതിൽ മുകളിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ അവർ ആ നഷ്ടപരിഹാരത്തിന് പിന്നാലെ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇവരെ അവഗണിക്കുന്നത്? എന്താണ് ഇവർക്ക് ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത്? ശ്രുതി, തിരുവനന്തപുരത്തിന്റെ അടക്കം മലയോര മേഖലകളിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, അവരുടെ ജീവിതത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കൃഷി തന്നെയാണ്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയായ വെള്ളറടയിലെ ജനങ്ങളാണ് ഇപ്പോൾ നമ്മളോട് ഈ ദുരിതം പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു കാട്ടുപന്നി ഇടിച്ച് ബൈക്കിൽ നിന്ന് 2 പേർ തെറിച്ചു വീഴുകയും അവർക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായി പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ആ സമയത്താണ് അവർ പറഞ്ഞത് ഈ പന്നികൾ വരുന്ന ആളുകൾക്ക് മാത്രമല്ല അവരുടെ കൃഷിക്ക് പോലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയത് ആ സമയത്താണ്. ശ്രുതി, പല ആളുകൾക്കും വാഴ അതുപോലെ തന്നെ തെങ്ങൊക്കെ വലിയ രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പലയിടത്ത് നോക്കിയാൽ